ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ ചാഴിയാറ്റി ദേശക്കാരുടെ ഗ്രാമോത്സവമാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഗ്രാമോത്സവത്തിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. ചാഴിയാറ്റി ഗ്രാമോത്സവം സീസൺ 2 കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഫസ്റ്റ് കൂടെ നടത്തി. അതിൻ്റെ ഉദ്ദേശങ്ങളെല്ലാം അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് അതിൽ പലരും ഞങ്ങളുടെ മുന്നിലില്ല. ഇവിടെ ഈ പരിപാടിയിലേക്ക് വന്നവരും കാണാൻ വന്നവരും പരിപാടി അവതരിപ്പിച്ചവരുമായ പലരും ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയി. നാളെ ഇതിൽ ആരൊക്കെ ഉണ്ടാവുമെന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷമാണ് ഇതുപോലത്തെ അവസരങ്ങളെല്ലാം. അത് ഓരോരുത്തർ കഴിവിന്റെ പരമാവധി അത് ഉപയോഗിക്കുക. നാളെ നമ്മളെ ഇവ ലോകത്ത് വിട്ടു പോയാലും ചെയർമാനായ പ്രവീൺ കണ്ടപ്പുള്ളിയെ അധ്യക്ഷ സ്ഥാനത്തേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഏറെ പ്രിയമുള്ള ചാഴിയാറ്റി ഗ്രാമനിവാസികളെ, നമ്മൾ തുടക്കം എന്ന നിലയ്ക്ക് കഴിഞ്ഞ വർഷം ഒരു സാമ്പിൾ നടത്തുകയുണ്ടായി. വളരെയധികം സന്തോഷവും ഉത്സാഹത്തോടും കൂടി ഒരുപാട് പേർ പ്രവർത്തിക്കുകയും വൻ വിജയമാകുകയും ചെയ്തു. അതിൻ്റെ അഭിമാനം എന്ന് തന്നെ പറയാം. ആ അഭിമാനത്തോടു കൂടി സീസൺ 2 നമ്മൾ കടക്കുകയാണ്. ഇവിടെ നമ്മുടെ സ്വാഗതം പറഞ്ഞ കൺവീനർ പറഞ്ഞു, എല്ലാ ആളുകളെയും നമ്മൾ പരസ്പരം ഇന്ന് കണ്ടവരെ നാളെ നമ്മൾ കാണുന്നില്ല. എല്ലാവരുടെയും സ്നേഹം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഒരു ഗ്രാമത്തിനെ 300ഓളം വീടുകൾ ചേർത്ത് നിർത്തി ഒരു കുടുംബത്തെ പോലെ നമ്മൾ ഒരു ഒറ്റക്കെട്ടായി നമ്മൾ ഒരേ അഭിപ്രായത്തോടു കൂടി രാഷ്ട്രീയ ഭേദമന്യേ ജാതി മത ഒന്നുമില്ലാതെ നമ്മൾ ഒന്നാണെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള നമ്മുടെ ഈ കൂട്ടായ്മ എന്നും നിലനിൽക്കേണ്ടത് നമ്മുടെ നാടിന്റെ തന്നെ ഒരു അത്യാവശ്യമാണ്. ഇവിടെ നമ്മൾ കഴിഞ്ഞ തവണ 70 വയസ്സായ എല്ലാ ആളുകളെയും നമ്മൾ ആദരിക്കേണ്ടത്, നമ്മുടെ ഈ കൂട്ടായ്മയിൽപ്പെട്ട 70 വയസ്സായ എല്ലാവരെയും നമ്മൾ ആദരിക്കുകയുണ്ടായി. ഇത്തവണ നമ്മൾ അവരെ ആദരിക്കുന്നതോടൊപ്പം SSLC +2 പാസ്സായ എല്ലാ വിദ്യാർത്ഥികളെയും നമ്മൾ ആദരിക്കുകയാണ്. 70 വയസ്സായ ആദരിക്കുന്നത് നിർത്താൻ പാടില്ല എന്നാണ് ഞങ്ങളുടെ സംഘാടക സമിതിയുടെ തീരുമാനം. കാരണം ഈ നാടിന്റെ വിജയശില്പികൾ എന്ന് വേണം അവരെ വിശേഷിപ്പിക്കാൻ. അവരുടെ നല്ല മനസ്സും നല്ല അധ്വാനവും. ഗ്രാമോത്സവത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച അന്നു മുതൽ എല്ലാ പ്രവർത്തനങ്ങളും വളരെ ഭംഗിയാക്കുന്നതിനു വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച AV വിനോദ് സംഘാടക സമിതിയിലെ മുഖ്യധാരാ പ്രവർത്തകനായിരുന്നു. ആ പ്രവർത്തനം ഇന്ന് ഗ്രാമത്തിന്റെ 14ാം വാർഡിന്റെ മുഖ്യൻ എന്ന പദവിയിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചിരിക്കുന്നു. 14ാം വാർഡിന്റെ പുതിയ മെമ്പർ കൂടിയായ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ആശംസകൾ അർപ്പിക്കുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. ഈ ഗ്രാമോത്സവത്തിന്റെ അധ്യക്ഷനും എൻ്റെ പ്രിയ സുഹൃത്തുമായ പ്രവേട്ടൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ആദരണീയനായ AP കുഞ്ഞുമാനക്ക, സ്വാഗതം ആശംസിച്ച എൻ്റെ പ്രിയ സുഹൃത്ത് സലാംക്ക, അതേപോലെ തന്നെ
ഷിജില, നമ്മുടെ ഗ്രാമോത്സവത്തിൻ്റെ സംഘാടക സമിതി അംഗങ്ങൾ, അതേപോലെ തന്നെ എൻ്റെ ഗ്രാമത്തിലെ പ്രിയ സഹോദരന്മാരാണ്. ജാതി മത വർഗ വർണ്ണ പ്രായഭേദമന്യേ നമ്മളെല്ലാവരും ഒത്തുകൂടി ഒരേ വേദിയിലിരിക്കുന്നു എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ഐക്യം. ഈ ഐക്യം എന്നും നിലനിൽക്കണമെന്ന് പ്രതിജ്ഞ കൂടി ചെയ്തുകൊണ്ട് നമ്മളുള്ള കാലം ഇല്ലാത്ത കാലവും നമ്മുടെ ഈ ചായേറ്റി ഗ്രാമത്തിലെ എല്ലാ മനസ്സുകളും ഒരേ കുടക്കീഴിൽ ഇതേപോലെ അണിനിരുന്ന് സീസൺ 2 ആണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആദ്യമായി സംഘടിപ്പിക്കുമ്പോൾ അതിന്റെ പല പ്രയാസങ്ങളും എത്രത്തോളം വിജയിക്കും പല ആശങ്കകളും ഉണ്ടായിരുന്നു എങ്കിലും വളരെ ഭംഗിയായി കഴിഞ്ഞ പ്രാവശ്യം നമുക്കത് നടത്തി തീർക്കാൻ കഴിഞ്ഞു. ഇനിയും മുന്നോട്ട് നമ്മളും നമ്മളില്ലാത്ത കാലത്തോടും ഇത്തരം സൗഹൃദങ്ങളും എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി ചാഴിയാട്ടി സെന്റർ സീസൺ 2 ഗ്രാമോത്സവത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഉദ്ഘാടകൻ, അതുപോലെ തന്നെ അധ്യക്ഷൻ, മെമ്പർമാർ, അതുപോലെ തന്നെ വേദിയിലെ മറ്റു വിശിഷ്ട വ്യക്തികളും, അതുപോലെ തന്നെ ഈ പ്രിയപ്പെട്ട ഗ്രാമോത്സവത്തിൻ്റെ ഗ്രാമവാസികളെ എല്ലാവരെയും ഈ ഗ്രാമോത്സവത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഗ്രാമോത്സവം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഗ്രാമത്തിലുള്ള എല്ലാ ആളുകളെയും നമ്മൾ ഒരു പഴയകാല കൂട്ടായ്മകളെ ഒന്നുകൂടി ശക്തിപ്പെടുത്താനും അതുപോലെ തന്നെ മുൻ പരിചയങ്ങളെ ഒന്നുകൂടി കെട്ടുറപ്പാക്കി കൊണ്ടുപോകാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രാമോത്സവം എന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ഗ്രാമോത്സവം പരിപാടി ഉദ്ഘാടനം ചെയ്ത ഹൈദരുക്ക, സ്വാഗതം പറഞ്ഞ സലാംക്ക, അധ്യക്ഷ സ്ഥാനം വഹിച്ച പ്രവീണേട്ടൻ, ഈ പരിപാടിയിലെ സംഘാടക സമിതി, പിന്നെ ഗ്രാമോത്സവത്തിലെ ഗ്രാമവാസികളെ, ഗ്രാമോത്സവം എന്ന് പറയുന്നത് തന്നെ ലീലേച്ച് പറഞ്ഞ പോലെ നമ്മൾ ഈ ഗ്രാമത്തിലുള്ളവർ തന്നെയാണ്. പക്ഷെ എല്ലാവരും എന്നും എല്ലായ്പ്പോഴും കാണുന്നൊന്നുമില്ല. അപ്പൊ എല്ലാവരുടെയും ഒരു പരിചയവും സ്നേഹബന്ധവും എല്ലാം നിലനിർത്താൻ വേണ്ടി ഇങ്ങനെ ഒരു ഗ്രാമോത്സവം സംഘടിപ്പിച്ച എന്റെ സംഘാടക സമിതിയോടും ഇതിനോടും എല്ലാം ഒരു നന്ദി പറയണം. ഇന്ന് നമ്മുടെ ചാരിറ്റി സെന്ററിലെ മറ്റേ ഗ്രാമോത്സവത്തിൻ്റെ 2ാം വാർഷിക പൊതുപരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടി ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചെങ്കിൽ നമ്മുടെ ഒരു കൂട്ടായ്മയാണ്. കൂട്ടായ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വാട്സപ്പ് കൂട്ടായ്മ. നാളെ നമുക്ക് എന്തോ ഒരു പ്രശ്നം വരുമ്പോഴും നമ്മളെ ഒറ്റക്കെട്ടായി അതിനെ നേരിടാൻ വേണ്ടിയിട്ടുള്ള ഒരു വാട്സപ്പ് കൂട്ടായ്മ എന്നുള്ള ഒരു അതുകൂടി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്നുണ്ട്. അതിലേറെ പുറമെ ഇതിൽ നമുക്കാകെ 260 വീടുകളാണ് ഇതിൽ വരുന്നത്. 260 വീടുകളിലെ ഈ കൂട്ടായ്മയിലെ വയസ്സായുള്ള ആൾക്കാരെ ആദരിക്കുക. അതിൽ വരുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസപരമായുള്ള വിജയികളായുള്ള കുട്ടികൾക്ക് അനുമോദനം കൊടുക്കുക. അതേമാതിരി വയസ്സായുള്ള 70 വയസ്സിന് മേലുള്ള ആളുകൾക്ക് അവരെ ആദരിക്കുക. അവരെ ഇതിനെ ഉള്ള ഡാൻസ് ചെയ്യാനും പാട്ട് പാടാനും കഴിവുള്ള കുട്ടികൾക്ക് വേദി ഒരുക്കുക. ഇങ്ങനത്തെ പരിപാടികളായിട്ടാണ് നമ്മൾ ഈ ഗ്രാമോത്സവം പറഞ്ഞ ഈ പരിപാടി നമ്മുടെ സ്വാഗതം പറഞ്ഞ എൻ്റെ കൂട്ടുകാരൻ സലാം, അധ്യക്ഷ ഭാഷണം നടത്തിയ എൻ്റെ സുഹൃത്ത് പ്രവീൺ, ഉദ്ഘാടനം ചെയ്ത കുഞ്ഞുമാനക്ക, നമ്മുടെ ഗ്രാമോത്സവം ചാരിറ്റി സെന്റർ ഗ്രാമോത്സവം സീസൺ 2 അതിഗംഭീരമായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിലേക്ക് വന്ന എല്ലാ കൂട്ടുകാർക്കും, എല്ലാ അമ്മമാരും എല്ലാവരും അതിൽ പങ്കെടുക്കണം. ഗ്രാമത്തിൽ എല്ലാവരും പങ്കെടുക്കണം. നമ്മൾ വ്യത്യസ്തമായ കുടുംബങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ ഒരു അച്ഛനും 3 മക്കളുണ്ടെങ്കിൽ 3 മക്കൾക്ക് വേറെ വീടുണ്ടാവും, അച്ഛനും അമ്മയ്ക്കും വീട് വേറെ ഉണ്ടാവും.
മലയാളി പുരുഷ മോഡലാളി ഈ മദ്യം മദ്യരാശി تصدون بصدوركم نيرانا وصصوا الأحجار تكفيكم لقتالها إن بدوا ഞാനൊരു കഥ അവതരിപ്പിക്കുന്നു. വില്യം ഷെറോണിന്റെ സോഫീസ് ചോയ്സ്. 40കളിൽ പോളണ്ടിലാണ് കഥ നടക്കുന്നത്. സോഷ്യലിസത്തിന്റെ അങ്കണങ്ങളിൽ പിച്ചവെച്ചു തുടങ്ങിയ പോളണ്ടിനെ ഹിറ്റ്ലറുടെ സൈന്യം കീഴടക്കി. എങ്ങും നിസ്സഹായതയുടെ നിലവിളികൾ, മരണത്തിന്റെ നരകങ്ങൾ, ഭീതിയുടെ ദീർഘനിശ്വാസം. ഹിറ്റ്ലറുടെ ഗെസ്റ്റപ്പോകൾ സ്വന്തം ഭർത്താവിനെ അഗ്നികുണ്ഡത്തിലേക്ക് വലിച്ചെറിയുന്നത് നോക്കി നിൽക്കേണ്ടി വന്ന ഹതഭാഗ്യ. 100 വസന്തം സ്വന്തം സ്വപ്നങ്ങൾക്ക് വർണ്ണങ്ങൾ വാരിപൂശിയ സോഫു. പക്ഷേ വിധിയുടെ
അത് കാണുന്നതാണ് എന്റെ സന്തോഷം. ഭയങ്കര ഗൗരവത്തിലൊക്കെ വന്നിട്ട് ഊബർ പറയും അങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് മുണ്ടൊക്കെ മുമ്പിൽ ഇങ്ങനെ ചുളിയാതെ വടിവത്തിട്ട് ഇങ്ങനെ നിന്നിട്ട് അങ്ങനെ ഗൗരവത്തോടു കൂടി സംസാരിക്കുന്ന ഒരാൾ കൂടിയാണ് മൊയ്തുക്ക. ആ മൊയ്തുക്കയുടെ എല്ലാവിധ സ്നേഹവും സഹകരണവും ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അത് തുടർന്നും ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഈ സംഘാടക സമിതിയിലുള്ള എല്ലാ അംഗങ്ങൾക്കും എല്ലാ നല്ലവരായ നാട്ടുകാർക്കും ഒരേ ഐക്യ